Hypertext transfer protocol using two types of connections are persistent connection and non-persistent connection. അപ്പോൾ persistent connection എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് കണക്ഷൻ ക്ലോസ് ചെയ്താൽ മതി. പക്ഷേ നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ദെൻ അഗെയിൻ അടുത്ത ഒബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വീണ്ടും കണക്ഷൻ സെറ്റപ്പ് ചെയ്യണം. അതിനാണ് നോൺ പെർസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെർസിസ്റ്റൻറ്റ് കണക്ഷനെ വീണ്ടും നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷൻ എന്നും വിത്തൗട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. പൈപ്പ് ലൈൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അയക്കുക. അതിൻ്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അയക്കാൻ പറ്റും. അങ്ങനെയുള്ള കണക്ഷനാണ് പൈപ്പ് ലൈൻ എന്ന് പറയുക. അപ്പോൾ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് പൈപ്പ് ലൈൻ. പെർസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചു, അത് റെസ്പോണ്ട് ചെയ്തു, വീണ്ടും റിക്വസ്റ്റ് അയച്ചു, വീണ്ടും റെസ്പോണ്ട് ചെയ്തു, വീണ്ടും റിക്വസ്റ്റ് അയച്ചു, വീണ്ടും റെസ്പോണ്ട് ചെയ്തു, ദെൻ ക്ലോസ് കണക്ഷൻ. ഇതാണ് പെർസിസ്റ്റൻറ്റ്. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അതായത് നമുക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഈ റെസ്പോൺസ് വരുന്നതിന് മുമ്പ് തന്നെ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിന് റെസ്പോൺസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ ആ പ്രോസസ്സിനെയാണ് പൈപ്പ് ലൈൻ പ്രോസസ്സ് കണക്ഷൻ എന്ന് പറയുന്നത്. Then parallel connection. Parallel connection means multiple connections to multiple transactions. അതാണ് പാരലൽ കണക്ഷൻസ്. അത് നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. വിത്ത് പാരലൽ കണക്ഷൻ ഉണ്ട്, വിത്തൗട്ട് പാരലൽ കണക്ഷൻ ഉണ്ട്. പാരലൽ കണക്ഷൻ മീൻസ് മൾട്ടിപ്പിൾ കണക്ഷൻസ് ആൻഡ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് പാരലായിട്ട് നടക്കുന്നതിനാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക്കാണ് HTTP മെസ്സേജ് ഫോർമാറ്റ്. HTTP മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ആ മെത്തേഡിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് റിക്വസ്റ്റ്, ഒന്ന് റെസ്പോൺസ്. റിക്വസ്റ്റ് ആണെങ്കിലും റെസ്പോൺസ് ആണെങ്കിലും അതിൻ്റെ മെസ്സേജിൻ്റെ ഫോർമാറ്റ് സെയിം ആണ്. അതായത് അതിന് 4 കാര്യങ്ങളാണ് ഉണ്ടാവുക മെസ്സേജിൽ. ഒന്ന് സ്റ്റാർട്ട് ലൈൻ ഉണ്ടാവും, ദെൻ HTTP ഹെഡർ ഉണ്ടാവും, ഒരു ബ്ലാങ്ക് ലൈൻ ഉണ്ടാവും, ദെൻ ബോഡി. ഇതാണ് റിക്വസ്റ്റിൻ്റെയും റെസ്പോൺസിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള ഫോർമാറ്റ്. ഇത് റിക്വസ്റ്റിൻ്റെ ഫോർമാറ്റാണ്, എക്സാമ്പിളാണ്. ദെൻ റെസ്പോൺസിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ലൈൻ ഉണ്ടാവും, ദെൻ ഹെഡർ, ദെൻ ഒരു ബ്ലാങ്ക് ലൈൻ, ദെൻ ബോഡി. ഇതാണ് റിക്വസ്റ്റിൻ്റെയും റെസ്പോൺസിൻ്റെയും കോമൺ ഫോർമാറ്റ്. അപ്പോൾ ഈ റിക്വസ്റ്റിൽ ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ മെത്തേഡാണ്. HTTP മെത്തേഡ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഏത് വേർഷൻ HTTP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് HTTP 1.1 എന്ന് കൊടുത്തത്. ദെൻ നമ്മൾ ഹെഡർ എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ്, നമ്മളെ ഈ മെയിലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. അതായത് ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, എൻകോഡിങ് മെത്തേഡ് ഏതാണ്, നമ്മൾ ഏത് കണക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, കണ്ണിൻ്റെ ലെങ്ത്ത് എത്രയാണ്, ടൈപ്പ് എത്രയാണ്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസിനാണ് ഹെഡർ എന്ന് പറയുന്നത്. ദെൻ ഒരു ബ്ലാങ്ക് ലൈൻ ഇടും, ഹെഡറിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി ഒരു എംപ്റ്റി ലൈൻ ഉണ്ടാവും. ദെൻ ബോഡി. ഇതാണ് റിക്വസ്റ്റിൻ്റെ ഫോർമാറ്റ്. ദെൻ റെസ്പോൺസും സെയിം ആണ്. പക്ഷേ ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ട് ലൈനിൽ ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് മീൻസ് വേർഷനാണ്, HTTPൻ്റെ വേർഷൻ. ദെൻ സ്റ്റാറ്റസ് കോഡ്, സ്റ്റാറ്റസിൻ്റെ ടെക്സ്റ്റ്. അതായത് ഇവിടെ ഇപ്പോൾ HTTP 1.1 എന്ന് പറഞ്ഞ വേർഷനാണ് യൂസ് ചെയ്യുന്നത്. 403 എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കോഡാണ്, ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ടെക്സ്റ്റ്. അതായത് 404 നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർവർ അവൈലബിൾ അല്ല, അതേപോലെയുള്ള സ്റ്റാറ്റസ് ടെക്സ്റ്റാണ് ആ കാണിച്ചിരിക്കുന്നത്. ദെൻ ഹെഡർ ഉണ്ടാവും, ബ്ലാങ്ക് ലൈൻ ഉണ്ടാവും, ബോഡി ഉണ്ടാവും. ഓക്കെ, next topic FTP, file transfer protocol. FTP is also a network standard protocol. എന്തിനാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഒരു ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കണക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൺട്രോൾ കണക്ഷനും ഒന്ന് ഡാറ്റ കണക്ഷനും. കൺട്രോൾ കണക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മളെ ഫയൽ സെർവറിലെത്തണം. അപ്പോൾ സെക്യൂർ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ ഓതൻറ്റിക്കേഷൻ ഉറപ്പുവരുത്തണം. അപ്പോൾ യൂസർ ഐഡൻറ്റിഫിക്കേഷൻ, പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അത് കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ കണക്ഷൻ. അതേപോലെ ഡാറ്റ കണക്ഷനാണ് നമ്മുടെ ഫയൽ ട്രാൻസ്മിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് മെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ
ഡിജിറ്റൽ മെസ്സേജസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ, അതായത് ഒരു ഓർഡറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ റെസിപ്പിയൻസിലേക്കോ ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റെസിപ്പിയൻസിനോ ഒരു മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇമെയിലിൻ്റെ ഉദ്ദേശം. ഇമെയിലിൻ്റെ ആർക്കിടെക്ചർ ചോദിക്കാറുണ്ട്. ഇമെയിൽ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ കാണിക്കുന്ന സമയത്ത് 2 സബ് സിസ്റ്റം പറയണം. ഒന്ന് യൂസർ ഏജൻറ്റും ഒന്ന് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റും. ഇവിടെ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് യൂസർ ഏജൻ്റാണ്. മെസ്സേജ് യൂസർ ഏജൻറ്റ് ഇസ് എ പ്രോഗ്രാം ടു ട്രാൻസ്ഫർ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ പ്രോഗ്രാമാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻ്റാണ് ഈ മെസ്സേജിനെ മൂവ് ചെയ്യുന്നത്, അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക്, സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ആ മെസ്സേജിനെ മൂവ് ചെയ്യുന്നത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻ്റാണ്. ദെൻ അപ്പം നമ്മൾ ഈ ഇമെയിൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP പ്രോട്ടോക്കോൾ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. പിന്നെ ഈ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്ന MUA നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതായത് നമ്മൾ ജിമെയിലോ അല്ലെങ്കിൽ ഔട്ട്ലുക്കോ മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്കോ സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമ്മളെ കയ്യിൽ യൂസർ ഏജൻറ്റ് എന്ന പ്രോഗ്രാം ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഇമെയിൽസ് ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതിനൊരു ഇമെയിൽ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 5 സർവീസസാണ് ഇമെയിലുള്ളത്. ഒന്ന് നമുക്ക് കമ്പോസിഷൻ മീൻസ് നമുക്ക് മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മെസ്സേജസ് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻഡർ ആ മെസ്സേജ് റിസീവർ ആ മെസ്സേജ് ഡെലിവർ ചെയ്തോ റിജക്റ്റ് ചെയ്തോ ലോസ്റ്റ് ആയോ എന്നുള്ള ഇൻഫർമേഷൻ സെൻഡറിനോട് പറയാണ്. ആ പ്രോസസ്സാണ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇൻകമിങ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോസസ്സാണ്. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റെസിപ്പിയൻറ്റിന് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്പോസിഷൻ. അങ്ങനെ 5 സർവീസസ്. അടുത്ത ടോപ്പിക്കാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഒരു യൂസറിൽ നിന്ന് മറ്റേ യൂസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അതേപോലെ തന്നെ റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് POP അല്ലെങ്കിൽ IMAP. POP മീൻസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, IMAP മീൻസ് ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. SMTP യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. മെയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 3 ഫേസസ് ആണുള്ളത്. ഒന്ന് കണക്ഷൻ സെറ്റപ്പ് ചെയ്യണം, മെയിൽ ട്രാൻസ്ഫർ ചെയ്യണം, കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നു. ഈ 3 സ്റ്റെപ്പാണ് മെയിൽ ട്രാൻസ്ഫർ ഫേസസ്. ഇവിടെ മെയിൽ ട്രാൻസ്ഫർ ഏജൻ്റാണ് നമ്മളെ മൂവിങ്, അതായത് മെയിൽ മെസ്സേജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് എന്ന് പറഞ്ഞാൽ MTA ആണ്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ് സൈഡിലും ഉണ്ടാവും, സെർവർ സൈഡിലും MTA ഉണ്ടാവും. അപ്പോൾ ഈ ക്ലയൻറ്റ് സൈഡിലുള്ള ആൾ ഒരു റിക്വസ്റ്റ് അയക്കുന്നു. ആ റിക്വസ്റ്റ് അയക്കുമ്പോൾ ആ സിഗ്നൽ 220 സർവീസ് റെഡി എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് തിരിച്ചയക്കുന്നത്. 220 മീൻസ് സ്റ്റാറ്റസ് കോഡാണ്, അതായത് റിസീവർ ഐഡൻറ്റിഫൈ ആണ് റിക്വസ്റ്റ് വന്നു എന്നുള്ള സിഗ്നൽ. ഓക്കെ, ദെൻ ഹലോ. അപ്പോൾ ഈ സെൻഡർ അതിന് റിപ്ലൈ ആയിട്ട് ഹലോ കമാൻഡാണ് കൊടുക്കുക. ഹലോ എന്ന് പറഞ്ഞിട്ട് ആ റിസീവറിൻ്റെ പേര്, സെൻഡറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പേരും കൂടി അതിൻ്റെ കൂടെ കൊടുക്കുന്നു. ഹലോ, ആ സെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ പേരും കൂടി കൊടുക്കുന്നു. ദെൻ അത് സെർവറിൽ കിട്ടിക്കഴിഞ്ഞാൽ സെർവർ ഓക്കെ എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടി 250 എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇയാൾ റെഡി അല്ല എങ്കിൽ, ഓക്കെ മെസ്സേജ് അല്ല എങ്കിൽ കൊടുക്കുന്ന കമാൻഡ് 421 സർവീസ് നോട്ട് അവൈലബിൾ എന്നുള്ള കമാൻഡായിരിക്കും.